ഹലോ ട്രേഡേഴ്സ്. ബാങ്ക് നിഫ്റ്റി ഓപ്പണിംഗ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് 51,100 ആണ്. ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുവാണെങ്കിൽ 50,963, അതുകൊണ്ട് ഒരു 37 പോയിന്റ്സ് ഗ്യാപ്പ് അപ്പ് ആണ്. ഗ്യാപ്പ് അപ്പ് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ബാങ്ക് നിഫ്റ്റിയുടെ റേഞ്ചും വോളറ്റിലിറ്റിയും വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ മേളിലൊരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇന്നലത്തെയും ഇന്നത്തെ ഒക്കെ ഡേ ഹൈ. അപ്പോൾ അതിൻ്റെ തൊട്ട് മേളിലാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇന്നതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയി, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടുന്ന് റിജക്ഷൻ ആണ് കിട്ടുന്നത്, ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഏതെങ്കിലും ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 9:19 ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 50,800 ഇൻ ദ മണി കോൾ ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഡേ ഹൈ. താഴെ ഒരു സപ്പോർട്ടുണ്ട്, അവിടുന്ന് റിജക്ഷൻ, ഒരു ബൗൺസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു നല്ല മൂവ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക് കിട്ടാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നല്ലൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. ഓപ്ഷൻ ചാർട്ടിൽ ഡേ ഹൈ ബ്രേക്ക് ആയിട്ടുണ്ട്, പക്ഷേ സ്പോട്ടിൽ കാണാൻ കഴിയും ഡേ ഹൈ ബ്രേക്ക് ആയിട്ടില്ല, അവിടുന്ന് ഒരു റിജക്ഷൻ ആണ് കിട്ടുന്നത്. നോക്കാം, കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 8,000, 18,000, 20,000. ഓക്കെ, ഞാനിവിടെ ബുക്ക് ചെയ്തു, ട്രേഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 17,448 ആണ് ആദ്യത്തെ ട്രേഡിൽ. നല്ലൊരു ട്രേഡാണ്. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ടൈം 10 o'clock ആയിരിക്കുകയാണ്. ഞാനൊരു 50,500 പുട്ട് ഓപ്ഷനിൽ സ്വിങ് ഹൈയുടെ തൊട്ടുമേളിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ബ്രേക്ക് ഡൗൺ ആകാനുള്ള ചാൻസും ഉണ്ട്, അതേപോലെ തന്നെ ബ്രേക്ക് ഔട്ട് ആകാൻ ചാൻസും ഉണ്ട്. കുറേ നേരമായിട്ട് ഒരേ സ്ഥലത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്, ഡേ ഹൈയുടെ അടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയാണ്. സോ അതുകൊണ്ടൊരു 51,000 കോൾ ഓപ്ഷനിൽ ഞാൻ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഏത് ട്രേഡാണ് എക്സിക്യൂട്ട് ആകുന്നത് നോക്കാം. രാവിലെ തൊട്ട് തന്നെ മാർക്കറ്റ് ബുള്ളിഷാണ്. ഓക്കെ, നമ്മുടെ കോൾ സൈഡ് ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഡേ ഹൈ വരെയാണ് നമ്മുടെ ടാർഗറ്റ്. ഡേ ഹൈയിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടാനൊരു പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ 5 മിനിറ്റ് ചാർട്ടിലും 1 മിനിറ്റ് ചാർട്ടിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ലൊരു ബുള്ളിഷ് ടെൻഡൻസിയാണ് കാണിക്കുന്നത്. ഓക്കെ, നല്ലൊരു മൂവ്മെന്റ് കാണുന്നുണ്ട്. ഡേ ഹൈ വരെ പോവുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് റീച്ച് ആവും, പക്ഷെ ഇവിടുന്ന് റിജക്ഷൻ ആണ് കാണുന്നത്. ഇല്ല, ഇപ്പം നല്ലൊരു ക്യാൻഡിൽ വരുന്നുണ്ട്, നോക്കാം. ഞാനിവിടെ ട്രേഡ് ബുക്ക് ചെയ്തു. പുട്ട് ഓപ്ഷൻ ട്രേഡ് നമ്മളെടുത്ത് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12,678 ആണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ P&L
30,126 പ്രോഫിറ്റിലാണ്. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ടൈം 12:14 ആയിരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു പുട്ട് സൈഡിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. പുട്ട് സൈഡിൽ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ രാവിലെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് പുട്ട് സൈഡിലൊരു ട്രേഡ് എടുത്തത്. കാരണം ഡേ ഹൈയിൽ നിന്ന് വലിയ മൊമെൻറ്റം ഒന്നുമില്ല മാർക്കറ്റിൽ, പക്ഷെ എന്നാലും ചെറിയൊരു മൂവ്മെൻറ്റിലൂടെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ കാണും താഴെ. അപ്പോൾ അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ താഴോട്ട് ഡേ ലോ വരെയെങ്കിലും നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുട്ട് സൈഡിൽ എടുത്തത്. പക്ഷേ ഇവിടുന്ന് ഒരു ബൈയിങ് ക്യാനലാണ് നമ്മൾ സ്പോട്ടിൽ കാണുന്നത്. അപ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നല്ലൊരു റിജക്ഷനാണ് കിട്ടിയിരിക്കുന്നത് ഓപ്ഷൻസ് ചാർട്ടിൽ. നോക്കാം ഈ ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ആവും, അതിനനുസരിച്ച് നമുക്കൊരു ഡിസിഷൻ എടുക്കാം. 370 താഴെ വരുവാണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ലോസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു നല്ലൊരു മൊമെൻറ്റം കിട്ടേണ്ടതാണ്. പക്ഷേ ബ്രേക്ക് ചെയ്തിട്ട് സൈഡ് വേസ് ആണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഇനി ഒരു 10 സെക്കൻഡ് കൂടെ. മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടിട്ട് ഈ ട്രേഡ് എന്തായാലും പ്രോഫിറ്റ് പോകാൻ തോന്നുന്നില്ല. അത് എക്സിറ്റ് ആകുന്നതായിരിക്കും നല്ലത്. ഒരു ഡബ്ല്യു ഫോർമേഷനും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്യാണ്. സോ ഈ ട്രേഡിൽ നമുക്ക് ലോസ് വന്നത് 21,594 ആണ്. ഇപ്പോൾ 8,500 പ്രോഫിറ്റിലാണ്. നോക്കാം. ഇപ്പോൾ സമയം 12:23 ആണ്. അപ്പം ഞാൻ അതേ പുട്ട് സൈഡിൽ വേറൊരു ട്രേഡ് എടുത്തിരിക്കുക. സെയിം സ്ട്രൈക്ക് പ്രൈസ് ആണ്. ഞാനിവിടെ ഒരു കോൾ സൈഡിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, പ്ലേസ് ആയില്ല എന്ന് തോന്നുന്നു. പുട്ട് ചാർട്ട് ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ കോൾ സൈഡിൽ ട്രേഡ് എടുക്കാനുള്ള കാരണം ഒരു ഡബ്ല്യു ഫോർമേഷൻ കാണുന്നുണ്ട് 5 മിനിറ്റ് ചാർട്ടിലും ഇവിടെ ഓപ്ഷൻ ചാർട്ടിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മേളിൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ടൊരു ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ പ്രൈസ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കോൾ ട്രേഡ് ക്യാൻസൽ ചെയ്തിട്ട് വേറൊരു പ്രൈസിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച്. ഓക്കെ, കോൾ സൈഡിൽ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഒരു ഡബിൾ ബോട്ടം ഫോർമേഷൻ കാണാൻ കഴിയും. അത് സക്സസ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് റീച്ച് ആവും. ഫോളോ ത്രൂ കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്. നോക്കാം. ഞാനൊരു പുട്ട് ഓപ്ഷൻ ട്രേഡ് ഓർഡർ ക്യാൻസൽ ചെയ്തു.
ഓക്കെ, ഇപ്പം നല്ലൊരു മൂവ്മെന്റ് കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഡേ ഹൈ വരെയെങ്കിലും വരണം. ഡേ ഹൈക്ക് ഇനിയുണ്ട് ഒരു 50-60 പോയിന്റ്സ് ഉണ്ട്. 50-60 പോയിന്റ്സ് മൂവ്മെന്റ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഇനി ഒരു 20 പോയിന്റ് കൂടെ ബുക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും. ഞാൻ എന്തായാലും ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല മൊമെന്റം കിട്ടുവാണെങ്കിൽ അത് ഹിറ്റാവും. അതല്ല റിജക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. സ്പോട്ടിലും നമുക്ക് റിജക്ഷൻ ആണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം. റെഡ് ക്യാൻഡിൽ വരുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ സെൽ ലിമിറ്റ് ഓർഡർ ഞാൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ ഇത് മെയിൻ ഓർഡർ എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. തൽക്കാലം പ്രോഫിറ്റിലാണ് ട്രേഡ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു വലിയ റെഡ് ക്യാൻഡിൽ വന്നാൽ നമ്മുടെ പ്രോഫിറ്റ് എല്ലാം കൊണ്ടുപോകും. സ്പോട്ടിലും റിജക്ഷൻ ആണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഞാനിവിടെ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തു. ബുക്കായിരിക്കുന്നത് 3308 ആണ്. ഇപ്പോൾ 11,800 ആണ്. നമ്മൾ പ്രോഫിറ്റിലാണ്. ഇപ്പോൾ സമയം 12:50 ആയിരിക്കുകയാണ്. സോ പുട്ട് ഓപ്ഷനിൽ ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. സോ കോൾ സൈഡിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, നല്ലൊരു പുള്ളിഷ് ക്യാൻഡിൽ. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയി. സോ ഇത് സെയിം സ്ട്രൈക്ക് പ്രൈസ് ആണ്. നമുക്കൊരു 21,000 ലോസ് വന്നിരുന്നു ഇതിനു മുമ്പേ. സോ സെയിം സ്ട്രൈക്ക് പ്രൈസിലുള്ള ഓപ്ഷനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എക്സിക്യൂട്ട് ആയപ്പോൾ തന്നെ അത് ലോസ് കാണിക്കുന്നത്. എന്തായാലും നോക്കാം. ഡേ ലോ വരെയെങ്കിലും വരണം. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കോൾ ഓപ്ഷൻ ട്രേഡ് ഞാൻ മുമ്പേ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇപ്പോൾ പ്രൈസ് നമ്മുടെ ബൈ പ്രൈസിനേക്കാളും കൂടുതൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നോക്കാം. നല്ലൊരു മൂവ്മെന്റ് കിട്ടേണ്ടതാണ്. താഴെ കുറേ പേരുടെ സ്റ്റോപ്പ് ലോസ് കാണും. അത് ഹിറ്റ് ആവുകയാണെങ്കിൽ ഡേ ലോ വരെയെങ്കിലും വരണം. ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഹിറ്റ് ആവുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷെ അത് നോക്കാം. ഒരു ബെയറിഷ് സ്ട്രക്ചറാണ് കാണാൻ കഴിയുന്നത്. പക്ഷെ മാർക്കറ്റിൽ മൊമെന്റം ഇല്ല, വോളിയൂം ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ സ്ലോയിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ ബൈ പ്രൈസിന് താഴെ പോയിരിക്കുക. സ്പോട്ടിൽ ഒരു സ്വിംഗ് ഫോം ചെയ്തിട്ടുണ്ട് 51,210. സോ അതിൻ്റെ മേളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉടനെ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും.
ഓപ്ഷനിൽ അത് ഏതാണ്ട് 370 പ്രൈസ് വരും. $51,150 അടുത്തൊരു സപ്പോർട്ട് കാണാൻ കഴിയുന്നുണ്ട്. സോ ഡേ ലോ വരെ റീച്ച് ആവുന്നതിന് മുമ്പേ അവിടെ ഒരു റിജക്ഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വിറ്റാവുന്നില്ല, ടാർഗറ്റ് വിറ്റാവുന്നില്ല. ഞാൻ ഈ ടാർഗറ്റ് ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്യാണ്. കാരണം നമ്മുടെ മെയിൻ ഓർഡർ ക്ലോസ് ചെയ്യണമെങ്കിൽ ടാർഗറ്റ് ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഈ ക്യാൻഡൽ എങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് നോക്കാം. അത് റെഡ് ആയിരുന്നു, ഇപ്പോൾ അത് ഗ്രീൻ ആയി. അടുത്ത ക്യാൻഡലും ഗ്രീൻ ആകുകയാണ്. നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ്. നല്ലൊരു മൂവ്മെന്റ് ഇപ്പൊ കാണുന്നുണ്ട്. ഒരു സ്പൈക്ക് കിട്ടിയാൽ മതി, നമുക്ക് എക്സിറ്റ് ആവാം. പക്ഷേ സ്പോട്ടിൽ കാണാൻ കഴിയും റിജക്ഷനാണ് കിട്ടുന്നത്. അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവും. പക്ഷെ അവിടുന്ന് ഒരു ബൈ ക്യാൻഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഞാൻ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. സോ 21,000 ആയിരുന്നു ആ ട്രേഡിൽ ലോസ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 12,000 ആയിട്ടുണ്ട്. സോ ഇന്നത്തെ P&L 21,227. സോ ഇന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.